കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കടമെടുപ്പ് പരിധി കേസിൽ കേരളത്തിന് ആശ്വാസവുമായി സുപ്രീം കോടതി ഇടപെടൽ. നിബന്ധനകളില്ലാതെ കേരളത്തിന് 13,608 കോടി കടമെടുക്കാനുള്ള അനുമതി നൽകാൻ കേന്ദ്രത്തിന് സുപ്രീം കോടതി നിർദ്ദേശം. അധികമായി 21,000 കോടി കൂടി കടമെടുക്കാൻ അനുമതി നൽകണമെന്ന ആവശ്യത്തിൽ കേന്ദ്രവും കേരളവുമായി ചർച്ച നടത്താനും കോടതി നിർദ്ദേശിച്ചു. ബുധനാഴ്ച വൈകിട്ട് സെക്രട്ടറി തല ചർച്ച നടത്താനാണ് നിർദ്ദേശം. ഈ സാമ്പത്തിക വർഷം കേരളത്തിന് ഇനി 13,608 കോടി രൂപ കൂടി കടമെടുക്കാൻ അധികാരമുണ്ടെന്ന് കേന്ദ്രം നേരത്തെ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇതിനായി സുപ്രീം കോടതിയിൽ നൽകിയിരുന്ന കേസ് കേരളം പിൻവലിക്കണമെന്ന നിബന്ധനയും കേന്ദ്രം മുന്നോട്ട് വച്ചിരുന്നു. കേന്ദ്രത്തിന്റെ ഈ നിലപാടിനെ സുപ്രീം കോടതി വിമർശിച്ചു. കേന്ദ്രത്തിനെതിരെ സ്യൂട്ട് ഹർജി നൽകാൻ കേരളത്തിന് അധികാരമുണ്ടെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ആ അധികാരം നിഷേധിക്കുന്നത് ശരിയല്ലെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. ചർച്ചകൾ നടത്തുമ്പോൾ കേന്ദ്രത്തിന്റെയും കേരളത്തിന്റെയും ഭരണ രാഷ്ട്രീയ നേതൃത്വങ്ങൾ വിവാദ പ്രസ്താവനകൾ നടത്തരുതെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. എല്ലാവരും പ്രസ്താവനകൾ നടത്താറുണ്ടെന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ കപിൽ സിബൽ ചൂണ്ടിക്കാട്ടി. എന്നാൽ കേന്ദ്രത്തിലാരും പ്രസ്താവന നടത്താറില്ലെന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. കേന്ദ്ര സർക്കാരിന് വേണ്ടി അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി, അഡീഷണൽ സോളിസിറ്റർ ജനറൽ എൻ വെങ്കിട്ടരാമൻ എന്നിവരാണ് ഹാജരായത്. കേരളത്തിന് വേണ്ടി സീനിയർ അഭിഭാഷകൻ കപിൽ സിബൽ, അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണകുറുപ്പ്, സ്റ്റാൻഡിംഗ് കൗൺസിൽ സി കെ ശശി, സീനിയർ ഗവൺമെന്റ് പ്ലീഡർ വി മനു എന്നിവരാണ് സുപ്രീം കോടതിയിൽ ഹാജരായത്. അതേസമയം കടമെടുപ്പ് പരിധി കേസിൽ കേരളത്തിന് ആശ്വാസവിധി ലഭിച്ചതോടെ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് അയവ് വന്നേക്കാം. മാത്രമല്ല, മുടങ്ങിക്കിടക്കുന്ന ക്ഷേമ പെൻഷനുകൾ ഈ മാസത്തോടുകൂടി തന്നെ വിതരണം ചെയ്യാനുള്ള നടപടികളിലേക്കും സർക്കാർ കടക്കുകയാണ്. നിലവിൽ 7 മാസത്തെ ക്ഷേമ പെൻഷനാണ് കുടിശ്ശികയായിരിക്കുന്നത്. കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് തുക ലഭിച്ചാലുടൻ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടായേക്കുമെന്നാണ് അറിയിപ്പുകൾ.